ഏവർക്കും വിനീത് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റതിനു ശേഷം ഒരുപാട് ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റൽ, പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കൽ. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതോടുകൂടി ഒരുപാട് നാളായിട്ട് പിന്തുടരുന്ന പല കാര്യങ്ങൾക്കും പുതിയ മാറ്റം കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാരം. അപ്പോൾ ഇതിലിപ്പോ അടുത്തൊരു ബില്ല് കൂടി വന്നിരിക്കുകയാണ്. എല്ലാ ബില്ലുകളും BJP അവതരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സുഡാപ്പി ഭീകരന്മാർക്ക്, ജിഹാദി ഭീകരന്മാർക്ക് ഒരിക്കലും സഹിക്കാത്തതാണ്. അപ്പോൾ ഈ ജിഹാദികളുടെ ഈ കുരുവിന്റെ മുകളിൽ മറ്റൊരു ശൂലം കൂടി കുത്തിയിറക്കുന്ന രീതിയിലുള്ള അടുത്തൊരു ബില്ല് കൂടി ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതിൽ ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദരണീയനായിട്ടുള്ള അമിത് ഷാജി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ബില്ലുകൾ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ക്രിമിനൽ നടപടി ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയുടെ പുതിയ ഒരു വേർഷനാണ്, പുതിയൊരു സംവിധാനം. ആ സംഭവമൊക്കെ മാറ്റിയിട്ട് പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ കൊലപാതകം IPC 302 എന്നത് ഇപ്പോൾ BNS 102 എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട്. അല്ലെ, കുട്ടികളെ പീഡനത്തിനിരയായി കഴിഞ്ഞാൽ 10 വർഷം എന്നുള്ളത് 20 വർഷമായി. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷ. ഇതൊക്കെയാണ് ഈ നിയമങ്ങളിലൊക്കെ മാറ്റങ്ങളായിട്ട് വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ജിഹാദി ഭീകരവാദികൾക്ക് ഇനി രക്ഷയില്ലാത്ത സിറ്റുവേഷനിലേക്ക് പോയി. പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇവിടെ നിലനിന്നിരുന്നത് എങ്ങനെയായിരുന്നു? അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വിദേശത്ത് നിന്ന് സ്വർണം കടത്തുക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുക. ഇത് തന്നെയായിരുന്നു ഒരു പരിപാടി. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പലതും പിടിച്ചിട്ടുണ്ട്. മലദ്വാരത്തിൽ ക്യാപ്സൂൾ രൂപത്തില് ഇത് പരമാവധി കുത്തി നിറച്ചുകൊണ്ടാണ് ഈ ഇവന്മാര് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി. ഇന്നലെ കൂടി പിടിച്ചിട്ടുണ്ട്, നിത്യേനുണ്ട്. ഇന്നലെ പിടിച്ചത് ഷർട്ടിന്റെ ബട്ടൺസിൽ സ്വർണം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇതൊക്കെ പിടിക്കുന്നുണ്ട്. അതിന് ഒപ്പം തന്നെ കിലോ കണക്കിനുള്ള രീതിയിലേക്കുള്ള സ്വർണം പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ള അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഒരു തർക്കവും വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളം തന്നെയാണ്. ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇതില് ഇപ്പൊ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഇവിടുത്തെ സർക്കാരിനെതിരെയുള്ള ഒരു സംഭവമായിട്ടാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു അട്ടിമറി ഇവിടെ നടത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും നാള് എടുത്തിരുന്ന ഒരു കേസ് സ്വാഭാവികമായിട്ട് റിമാൻഡിൽ പോവും, തിരിച്ചു വരാനൊക്കെ സാധിക്കും. അത് കേസ് നടത്തിയിട്ട് നമ്മൾക്ക് വൈകാതെ തന്നെ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയും കൂടിയൊക്കെ തന്നെയാണ്. ആരും ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ തുടരന്വേഷണമോ മറ്റു സംഭവങ്ങളൊക്കെ അവിടെ നടത്താറില്ല. സംസ്ഥാന സർക്കാർ അതിൽ വളരെ വലിയ അലംഭാവം കാണിക്കുന്നു എന്നതിൽ തർക്കവുമില്ല. ആരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ? അതിന്റെ കണ്ണികൾ ആരൊക്കെയാണ്? ഈ ചെറിയ ലോക്കലായിട്ടുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ ഈ സാധനം കൊടുത്തേക്കും, അവനെ ജയിലിലിടും. അത് കഴിഞ്ഞാൽ അവൻ കുറച്ചളിഞ്ഞാവും പോവും. അവനെ രക്ഷിക്കാൻ ഇതിലെ തലവന്മാര് വലിയ സാമ്പത്തികം ഇറക്കി നല്ല വക്കീലന്മാരൊക്കെ വെച്ച് ഇറക്കുന്ന ഒരു കലാപരിപാടി. പക്ഷെ ഇനി അത് നടക്കില്ല. കാരണം ഇതുപോലെ ഈ സർക്കാരിനെതിരെയുള്ള സാമ്പത്തികമായിട്ടുള്ള അട്ടിമറികളും അത് പൂർണ്ണമായിട്ടും രാജ്യത്തിനെതിരെയും ഇവിടുത്തെ ജനങ്ങൾക്കെതിരെയുള്ള ഒരു സാമ്പത്തിക അട്ടിമറിയാക്കിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്, നിയമം ഭേദഗതി ചെയ്തിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇനി ഭീകരവാദ കുറ്റമാണ്, തീവ്രവാദ പ്രവർത്തനമാണ്. ഇത്രയായിരിക്കും ഭീകരവാദ കുറ്റം. അപ്പോ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ മുഴുവൻ ഇനി ആരാണ്? രാജ്യത്ത് തീവ്രവാദികളാണ് എന്നുള്ളതിൽ തർക്കമില്ല, ഒരു തർക്കവുമില്ല. ഇനിയിപ്പോ കേരളത്തിലെ ജിഹാദി ഭീകരവാദികളൊക്കെ ഇനി വിയർക്കും. ഇനി മറ്റെന്തെങ്കിലും മാർഗം ഇനി ആലോചിക്കേണ്ടി വരും. ഒരു തരത്തിലുമാര് കൂടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ജിഹാദികളുടെ അവസ്ഥയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പറയുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. കാരണം പറഞ്ഞാല് നമ്മുടെ മലപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് ഇവിടെയൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട്. കേരളത്തിൽ എത്രയോ കേസുകൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സ്വർണം പിടിക്കുമ്പോൾ തന്നെ ആദ്യമൊക്കെ നമുക്കൊരു അത്ഭുതം, മലദ്വാരത്തിൽ സ്വർണം കുത്തി നിറച്ചിട്ട് വന്നിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ കാണുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിലുള്ള അത്ഭുതകരമായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കും, ഇതൊക്കെ ശരിയാണോ? പിന്നെ ഇപ്പൊ ഇത് ശീലമായി. കാരണം ഇത് നിത്യേന ഇത് കരിപ്പൂര്, കണ്ണൂര്, നെടുമ്പാശ്ശേരി, അതുപോലെ തിരുവനന്തപുരം, ഇതുപോലുള്ള പല വിമാനത്താവളങ്ങളിലും ഇത് തന്നെ
പരിപാടി മംഗലാപുരത്തും ഒരുപാടുണ്ട്. ആ മംഗലാപുരത്തു നിന്നും പിടികൂടുന്ന പല ആളുകളും മലയാളികളാണ്. മലയാളികൾക്കാണ് ഇതിൽ ഏറ്റവും വലിയ ഹരം. മുംബൈയിലൊക്കെ ഉണ്ട്, പല പശ്ചിമ ബംഗാളിലുണ്ട് ഒക്കെ വലിയ രീതിയിൽ കേരളത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിലൊക്കെ തന്നെ ഈ കലാപരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ സുഡാപ്പികളെ സംബന്ധിച്ച് അവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ്. ഇനി സാധാരണ പിടിച്ചാലും ഇത്രയല്ലേ ഉള്ളൂ, അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടതി മുഖേന ഇറങ്ങി പോരാമല്ലോ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇനി പൂർണ്ണമായിട്ടും ഭീകരവാദം തന്നെയാണ്, രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്, ഒരു തർക്കവുമില്ല. UAPA ചുമത്തപ്പെടും. ഇനി സ്വർണ്ണക്കള്ളക്കടത്ത് ഇവ നടത്തി പിടിക്കപ്പെടുന്നവരെ UAPA ചുമത്തിയിട്ട് അവരെ ജയിലിലിടാം, ഒരു തർക്കവും വേണ്ട. ഇപ്പോ നമ്മുടെ സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു ജിഹാദി ഉണ്ടല്ലോ, ഈ അവന്റെ പീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇയാള് ഒരു സമയത്ത് ഇയാൾക്കെതിരെയുള്ള പല കേസുകളും പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മോദിജി അധികാരത്തിലും കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ഇവൻ രാജ്യം വിട്ടു പോയി. ഇവന്റെ കീഴിലുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം. ഇതിലേക്ക് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ വന്നിട്ട് 5000 കോടി രൂപയായിരുന്നു ഇതിലെ ബാങ്ക് ബാലൻസ് ഈ സംഘടനയോടെ കിടന്നിരുന്നത്, ആസ്തി. അപ്പൊ ഈ ആസ്തി 5000 കോടി രൂപ ആസ്തിയുള്ള ഒരു സംവിധാനത്തിന്റെ പണം മുഴുവൻ കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തു. ഇതിലേക്കൊക്കെ പണം കൂടുതൽ എങ്ങനെയാണ് എത്തിയത്? ഇതിലേക്ക് ഇവരെങ്ങനെയാണ് സാമ്പത്തികം കണ്ടെത്തിയിരുന്നത്? മുഴുവനും വിദേശത്ത് നിന്ന് ഇതുപോലെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെ മറ്റ് പരിപാടികൾ വക ഇതിൽ സാമ്പത്തികം കണ്ടെത്തിയ ആളുകളാണ്. ഇങ്ങനെയുള്ള നിരവധി സംഘടനകൾ ഇപ്പൊ ഉത്തർപ്രദേശിലെ ഏകദേശം ഒരു 26,000-ഓളം മദ്രസകൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. UP-യിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അവിടെയുള്ള ഇത്രയും മദ്രസകളിൽ 10-18,000 അല്ലെങ്കിൽ 20,000-ഓട് അടുത്തുള്ള മദ്രസകൾ ലീഗലായിട്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ അനുസരിച്ച് നയപരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഭൂരിഭാഗം മദ്രസകളും. പക്ഷെ അതിൽ ഏകദേശം ഒരു 2000-നും 6000-നും ഇടയിലുള്ള മദ്രസകൾ അനധികൃതമായിട്ട് വിദേശത്ത് നിന്ന് സാമ്പത്തികം പറ്റിക്കൊണ്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്നുള്ളതിനെ പറ്റിയുള്ള തെളിവുകൾ UP സർക്കാർ പുറത്തുവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലും ഇതുപോലെ തന്നെ ഉള്ള നടപടികൾ കൃത്യമായിട്ട് സർക്കാർ എടുത്തിട്ടുണ്ട്. മദ്രസകൾ കുറെ എണ്ണം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അസം സർക്കാരും ഇത് തന്നെയാണ്. അത് ഇല്ലീഗലായിട്ടുള്ള മദ്രസകൾക്കെതിരെയാണ് നടപടി. ലീഗലായിട്ടുള്ളതിന്റെ ആവശ്യമില്ല. അത് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളുടെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള അതിവിടെ നടക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ മറ്റ് ഇതിന്റെ മറവിൽ പല രീതിയിലുള്ള പല കലാപരിപാടികൾ രാജ്യദ്രോഹികൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഉത്തർപ്രദേശിലും അസമിലേക്ക് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കേരളം. തർക്കമില്ല, എല്ലാ ഭീകരവാദ സംഘടനകൾക്കും സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് ഇതുപോലെയുള്ള കലാപരിപാടികൾക്കുള്ള അന്വേഷണം കൃത്യമായിട്ട് നടക്കേണ്ടത്. അതിനിവിടെ സർക്കാർ മാറിയാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ വലിയ ഒരു മാറ്റം നമ്മളെ നാട്ടിൽ കൊണ്ടുവരികയാണ്. ദേശസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം, ഒരു തർക്കമില്ല. ഇതാണ് മോദിജിയുടെ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് തന്നെ നമ്മൾക്ക് പറയാം. ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളിൽ അവർ അടിവേരറക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് ആയിട്ടുള്ള നടപടികൾ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.